ലണ്ടൻ ബെഡ്ഫോർഡിൽ 2 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഒരു മരണം. 90-ലേറെ പേർക്ക് പരിക്കേറ്റെന്നും അവരിൽ 11 പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ. ഈസ്റ്റ് മിഡ്ലാൻഡ് റെയിൽവേയുടെ 2 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിന്റെ പുറകിലേക്ക് ഇടിച്ചു കയറിയ നിലയിലാണ്. ലണ്ടൻ സെന്റ് പാൻക്രാസ്റ്റിനും ലെസ്റ്ററിനും ഇടയിലുള്ള പാതയിലാണ് അപകടം നടന്നതെന്ന് ഈസ്റ്റ് മിഡ്ലാൻഡ് റെയിൽവേ സ്ഥിരീകരിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടന്നു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. I'm here. Somebody called. He called emergency service. ട്രെയിൻ സുരക്ഷാ സംവിധാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമെന്ന് പറയാം. അവിടെയാണ് ഇപ്പോൾ 2 ട്രെയിനുകൾ കൂട്ടിയിടിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത്. ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. ലണ്ടൻ ബെഡ്ഫോർട്ടിലാണ് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരാൾ മരിച്ചിട്ടുണ്ട്. ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റാണ് മരിച്ചിട്ടുള്ളത്. 90-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതിൽ 11 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്. ഈസ്റ്റ് മിഡ്ലാൻഡ്സ് റെയിൽവേയുടെ 2 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിൻ്റെ പുറകിലേക്ക് ഇടിച്ചു കയറിയൊരു നിലയിലാണ്. അതിലെ ഇടിച്ചു കയറുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ലോക്കോ പൈലറ്റിന് മരിക്കുന്നത്. എന്തായാലും ലണ്ടൻ സെന്റ് പാൻക്രാസിനും ലെസ്റ്ററിനും ഇടയിലുള്ള പാതയിൽ വെച്ചാണ് ഈ ഒരു അപകടം നടന്നത്. ഈ ഒരു വിവരം എന്തായാലും ഈസ്റ്റ് മിഡ്ലാൻഡ് റെയിൽവേ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഒപ്പം രക്ഷാപ്രവർത്തനവും വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 11 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തോ തകരാറിനെ തുടർന്നാണ് ആദ്യത്തെ ട്രെയിൻ ഇത്തരത്തിൽ നിർത്തിയത്. പരിശോധിക്കുന്നതിനിടയും അതേ പാതയിൽ തന്നെ വന്ന മറ്റൊരു ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു. 11 പേരുടെ നില അതീവ ഗുരുതരമാണ്. 90 പേർക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ഗതാഗതം ഈ ഒരു റെയിൽവേ ട്രാക്കിൽ പിന്നീട് വലിയൊരു ഗതാഗത തടസ്സമൊക്കെ നേരിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണമൊക്കെ പുരോഗമിച്ചു വരികയാണ്. ഇതിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. 90-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരിൽ 11 പേരുടെ നില ഗുരുതരമാണ്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്.